ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളൂസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ സ്വന്തം വഴുതനങ്ങയാണിത്. അപ്പോൾ വഴുതനങ്ങ എല്ലാവർക്കും എല്ലാ അടുക്കളത്തോട്ടങ്ങളിലും വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്ന അധികം രോഗകീടബാധകമൊന്നും ഇല്ലാത്തൊന്നും തന്നെയാണ് വഴുതനങ്ങ. പെട്ടെന്ന് തന്നെ നമുക്ക് ആദ്യമായിട്ട് കൃഷിയിലോട്ട് ഇറങ്ങുന്നവർക്കൊക്കെ നട്ടുപിടിപ്പിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ വഴുതനങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ വഴുതനങ്ങ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്, പിന്നെ എപ്പോഴൊക്കെയാണ് വളർത്തി കൊടുക്കേണ്ടത്, പിന്നെ ഇതിന് കീടബാധകൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് തെളിച്ചു കൊടുക്കുന്നതെങ്കിൽ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. വഴുതനങ്ങ കൃഷിയുടെ ഈ ഒരു വീഡിയോ ആയിട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എങ്കിലും ഉപകാരപ്രദമാവുന്നുണ്ടെന്ന് വെച്ചാലും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. ഏത് സമയത്തും വിത്ത് പാകി മുളപ്പിച്ച് നടാവുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ വഴുതന തൈ എന്ന് പറയുന്നത്. നമ്മൾ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലോ അല്ലെങ്കിൽ മുറ്റത്തുള്ള മണ്ണിലൊക്കെ നമുക്ക് വഴുതന നട്ടുപിടിപ്പിക്കാവുന്നതാണ്. വിത്ത് നടുന്നതിന് കുറച്ച് നേരം മുമ്പ് തന്നെ നമ്മൾ വെള്ളത്തിലോ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ലായനിയിലോ മുക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ഒരു വെള്ള തുണിയിൽ വിത്ത് കെട്ടിയിട്ട് ആ ഒരു വെള്ളത്തിലോട്ട് നമുക്ക് മുക്കി വെക്കാവുന്നതാണ്. വിത്ത് പാകുന്ന സമയത്ത് അധികം ആഴത്തിലോട്ട് പാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രോട്രേകളിൽ പാവി മുളപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു നല്ല പരുവമാകുന്ന സമയത്ത് നമ്മുടെ കൃഷിയിടത്തിലോട്ടാണെങ്കിലും ഗ്രോ ബാഗിലോട്ടോ ചട്ടിയിലോട്ടാണെങ്കിലും പറിച്ച് നടാവുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ വഴുതന തൈ. അതുപോലെ തന്നെ നനയ്ക്കണ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് എടുത്തിട്ട് തളിച്ച് കൊടുക്കുകയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വിത്ത് നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മാറ്റി നടുന്ന സമയത്ത് വേര് പൊട്ടിപ്പോകാതെ മാറ്റി നടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടിവളമായിട്ട് നമുക്ക് മണ്ണും കമ്പോസ്റ്റും ചാണകപ്പൊടിയും കൂടെ കൂട്ടിക്കലർത്തിയിട്ടുള്ള മിശ്രിതം നിറച്ച് കൊടുക്കാവുന്നതാണ്. 2 ആഴ്ച കഴിയുമ്പോൾ മേൽവളമായിട്ട് നമുക്ക് വേപ്പിൻ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെടി വളരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് 2 ആഴ്ചയിലൊരിക്കൽ സ്യൂഡോമോണാസ് ലായനി ഇലയുടെ അടിയിൽ തളിച്ചു കൊടുക്കുകയും ചെടിയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയും ചെടിയുടെ തണ്ടുമ്മേ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് കണ്ടുവരുന്ന പല കീടരോഗ ആക്രമണങ്ങളിൽ നിന്നും ഇതിനെ സംരക്ഷിക്കാനായിട്ട് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ജൈവ കീടനാശിനി എന്ന് പറയുന്നത് ജൈവ സ്ലറികളാണ്. അതുപോലെ തന്നെ ചാണകപ്പൊടിയും നമുക്ക് ഇതിൻ്റെ കടക്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. കൃഷികൾ എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ചെടികൾക്ക് നമ്മൾ നടുമ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മളുടെ ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെയാണ് നമ്മുടെ ഈ വഴുതനങ്ങയും കൊടുക്കുന്നത്. അപ്പുറത്ത് നമ്മൾ ചെണ്ടുമല്ലിയുടെ ഇതാണ് നട്ടിരിക്കുന്നത്. അന്നത്തെ വീഡിയോയിൽ നമ്മുടെ മുരിങ്ങാട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. അപ്പുറത്തെ സൈഡിൽ മുരിങ്ങാട് ഇതിൽ കാണിച്ചിരുന്നു. ചെണ്ടുമല്ലിയാണ് നട്ടുന്നത്. എല്ലാ കൃഷികൾക്കും നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെയാണ്. നമ്മൾ വീട്ടിൽ കുറച്ച് പറമ്പിലാണ് നടുന്നതെന്ന് വെച്ചാൽ പൈപ്പിൽ നിന്ന് ഒരു ചെറിയൊരു പൈപ്പിന്റെ കണക്ഷനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിന് ചെറിയ ഹോളുകൾ ഇട്ടിട്ടാണ് ഈ വെള്ളം നനയ്ക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കിട്ടുകയുള്ളൂ. വെള്ളം കൂടിയിട്ടുള്ള കടച്ചിൽ പോലുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ ചെടിയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ നമ്മൾ ഈ വഴുതനങ്ങ മാത്രമല്ല എല്ലാ പച്ചക്കറി വളകളും നടുമ്പോൾ ഇതുപോലെയുള്ള അതായത് മഞ്ഞ കളറോട് കൂടിയിട്ടുള്ള നമ്മുടെ ചെണ്ടുമല്ലി ചെടി ഇതിന്റെ ചുറ്റുപാരം നടാൻ നേരച്ചുണ്ടെങ്കിൽ നമ്മൾ പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നടാൻ നേരച്ചുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് ഇതിനുണ്ടാകുന്ന പല കീടരോഗബാധകളിൽ നിന്നും ഇതിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മഞ്ഞക്കെണികൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കായ ഉണ്ടായി വരുന്നുള്ളൂ. ഇവിടെ പൂത്തതേ നല്ല രീതിയിൽ പൂത്ത് തുടങ്ങിയിട്ടുള്ള നമ്മൾ മഞ്ഞക്കെണികൾ വെക്കാറുണ്ട്. കഴിഞ്ഞ വട്ടം ഇട്ടിരുന്ന വീഡിയോസിൽ നമ്മൾ ഇട്ടിരുന്നു മഞ്ഞക്കെണികൾ. അതുപോലെ മഞ്ഞക്കെണികളും വെക്കാൻ നേരച്ചുണ്ടെങ്കിൽ ഒരൊറ്റ കീടരോഗബാധകൾ ഇല്ലാത്ത നമുക്ക് എല്ലാ വഴുതനങ്ങ മാത്രമല്ല എല്ലാ പച്ചക്കറി വളകളും കീടരോഗബാധകളിൽ നിന്ന് വിമുക്തമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വഴുതനങ്ങ കൃഷിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.